പതിവ് തെറ്റിക്കാതെ നോമ്പ് തുറക്കാനായി ഇത്തവണയും മന്ത്രി പി രാജീവ് എത്തി. കളമശ്ശേരി നാലകം ജുമാ മസ്ജിദിന് കീഴിലുള്ള നോമ്പ് തുറയിൽ പങ്കെടുക്കാനാണ് പതിവ് തെറ്റിക്കാതെ ഇത്തവണയും തിരക്കുകൾ മാറ്റിവെച്ച് വ്യവസായ നിയമവകുപ്പ് മന്ത്രി പി രാജീവ് എത്തിയത്. കളമശ്ശേരി നിയോജകമണ്ഡലം MLAയും മന്ത്രിയുമായതിനു ശേഷം എല്ലാ വർഷങ്ങളിലും കളമശ്ശേരി നാലകം ജുമാ മസ്ജിദിൽ മന്ത്രി എത്തുകയും മസ്ജിദിന് കീഴിലുള്ള നോമ്പ് തുറയിൽ പങ്കെടുക്കാറുമുണ്ട്. മസ്ജിദിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ സമീപത്തെ നാലകം കൺവെൻഷൻ സെന്ററിലാണ് നോമ്പ് തുറയും നിസ്കാരവും സജ്ജീകരിച്ചിരിക്കുന്നത്. ത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും ശുദ്ധീകരണത്തിൻ്റെതുമായ നാളുകളിലൂടെയാണ് ഇസ്ലാം മതവിശ്വാസികൾ കടന്നുപോകുന്നത്. എല്ലാ കാലത്തും നാലകത്ത് വരാനും നോമ്പ് തുറയിൽ പങ്കെടുക്കാനും കഴിയാറുണ്ട്. ഇവിടെ തന്നെ ഈ മഹൽ അതിർത്തിയിൽ താമസിക്കുന്ന ഒരാളെന്ന നിലയിൽ ഇവിടെയുള്ള എല്ലാ പരിപാടികളും ഭാഗമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത്തവണയും അതിൻ്റെ ഭാഗമായിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവർക്കും നേരത്തെ നോമ്പിൻ്റെ ഈ തീവ്ര നാളുകളിലൂടെ കടന്നുപോകാൻ ആത്മമായ കരുത്തുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. മഹല്ല് നിവാസികളെ കൂടാതെ സമീപത്തെ ഹോസ്റ്റലുകളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും വിദ്യാർത്ഥികളും യാത്രക്കാരും വ്യാപാരികളുമടക്കം ദിവസേന ഏതാണ്ട് 1000-ഓളം ആളുകളാണ് ഇവിടെ നോമ്പ് തുറക്കാനായി എത്തുന്നത്. മസ്ജിദ് പരിപാലന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാവർക്കും നോമ്പ് തുറക്ക് ആവശ്യമായ എല്ലാവിധ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുമുണ്ട്. നാലകം മഹല്ല് ഖത്തീബ് സുലൈമാൻ മൗലവി, മഹല്ല് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കബീർ കടപ്പള്ളി, വൈസ് പ്രസിഡന്റ് അബ്ദുൽ ഖാദർ അൽഫിയ, ജനറൽ സെക്രട്ടറി ഹമീദ് മണ്ണോപ്പള്ളി, ജോയിന്റ് സെക്രട്ടറി മാഹിൻ കുമ്മഞ്ചേരി, ട്രഷറർ മുഹമ്മദ് അലി പാറപ്പുറത്ത്, കൗൺസിലർമാരായ ഷാജഹാൻ കടപ്പള്ളി, റഫീഖ് മരക്കാർ, സലീം ബദുവന, മുൻ MLA AM യൂസഫ്, സക്കീർ ഹുസൈൻ, കുഞ്ഞു മുഹമ്മദ് നീറങ്കൽ, അസീസ് കുമ്മഞ്ചേരി, മുൻ ഭാരവാഹികൾ, മഹല്ല് പരിപാലന കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി.